പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് പറയുന്നതുണ്ടല്ലോ, ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൂടാം, പിന്നെ ശിവക്ഷേത്രത്തിൽ പോകുന്നതിനും പൂജകളുടെയും എല്ലാം പ്രാധാന്യത്തെക്കുറിച്ചാണ് അല്ലേ. ദേവാദിദേവനായ മഹാദേവന ക്ഷിപ്രപ്രസാദിയും അതുപോലെ ക്ഷിപ്രകോപിയുമാണ് കേട്ടോ. നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരു ഭഗവാനാണ് മഹാദേവന. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ നാശത്തിനായിട്ടോ ദോഷത്തിനായിട്ടോ വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾക്ക് തന്നെ തിരിച്ച് ഭഗവാൻ അത് തന്നിരിക്കുമെന്നാണ് പറയുന്നതല്ലാതാണ് ഏറ്റവും വിശ്വാസം. അതുപോലെ പ്രതികാര ചിന്തയോടുകൂടിയോ അഹങ്കാരത്തോടുകൂടിയോ ഉള്ള പ്രാർത്ഥനകളും ഭഗവാന്റെ അടുത്ത് പറയരുത്. ഭഗവാന്റെ കോപത്തിന് അത് കാരണമാകുമെന്നാണ് വിശ്വാസം. ഭഗവാനെ ചെന്ന് വണങ്ങുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെ മുമ്പിലിരിക്കുന്ന നന്ദികേശ ഭഗവാനെ നമ്മൾ ചെന്ന് കണ്ട് ചെവിയിൽ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളോ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഭഗവാനോട് പറഞ്ഞത് നമുക്കത് നടത്തി തരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. സ്വന്തം മനസ്സിൻ്റെ നന്മയും ശാന്തിക്കും വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഭഗവാന് നമ്മൾ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കുന്നു അതെല്ലാം നമുക്ക് ഭഗവാൻ സാധിച്ച് തരുമെന്നാണ്. നമ്മൾ ശുദ്ധിയോടുകൂടി നല്ല മനസ്സോടുകൂടി നമ്മൾ ഭഗവാന്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതിനുവേണ്ടി ഒരുപാട് വഴിപാടുകളോ ഒന്നും ഭഗവാൻ വേണ്ട. അതേസമയം നമ്മളൊരു ജലധാര നടത്തി ഭഗവാന്റെ ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ജലധാര എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ജലധാരയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ജലധാര ഭഗവാന് ആ ഒരു ജലധാര നടത്തുകയാണെന്നുണ്ടെങ്കിൽ രോഗശമനത്തിനായാലും മനസ്സിന് ശാന്തി സമാധാനം ഇതിനെല്ലാം നമുക്ക് ഒരു പരിഹാരമായിട്ടാണ്. പിന്നെ ശിവക്ഷേത്ര ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മുഴുവനായി നമ്മൾ ചുറ്റരുതെന്നുള്ള പറയുമല്ലോ. അത് അഭിഷേക ജലം ഒഴുകിപ്പോകുന്ന ഓവും മുറിച്ച് കടക്കാതെ തിരികെ നടന്ന് 3/4 വട്ടം പ്രദക്ഷിണം നടത്തി പൂർത്തിയാക്കണം. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ മുന്നിൽ അഹങ്കാരത്തോടുകൂടി ഒന്നും നമ്മൾ സംസാരിക്കരുത്. അതായത് ഒരു കാര്യം ആജ്ഞാപിച്ച് സംസാരിക്കാതെ കണ്ട് പൂർണ്ണ സമർപ്പണത്തോടുകൂടി നമ്മളെ തന്നെ പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഭഗവാനോട് ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന വിളിയിൽ എപ്പോഴും ഭഗവാൻ കൂടെ തന്നെ കാണും. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ഭഗവാനും ചന്ദ്രഭഗവാനുമായിട്ടുള്ള ഒരു സാമീപ്യമുള്ളതിനാൽ അന്ന് ഈ കറുത്ത വസ്ത്രങ്ങൾ ഒന്നും ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകാതിരിക്കുകയോ അതായത് ശിവക്ഷേത്രത്തിൽ പോകാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. വെള്ള വസ്ത്രങ്ങളൊക്കെയാണ് അന്ന് ധരിക്കേണ്ടത്. അന്നത്തെ ദിവസം അമ്മമാരോട് ദേഷ്യപ്പെടുകയോ പിണങ്ങുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറില്ല. അതൊരു വിശ്വാസമാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു 3 കൂവളത്തിൻ്റെ ഇലയും കൊണ്ട് കൊടുത്താൽ ഒരു ജലധാരയൊക്കെ നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഒരുപാട് നമുക്ക് രോഗങ്ങളൊക്കെ അതിനെല്ലാം ശമനം കിട്ടുകയും നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐക്യതയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ എന്നും വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഓം നമഃ ശിവായ ഒരു 108 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരിത് മനസ്സിലാകും.